നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സുദിനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച വിഷയം മകരക്കൂറിൽപ്പെട്ട ഉത്രാടം 2, 3, 4 പാദം, തിരുവോണം, അവിട്ടം 1, 2 പാദ നക്ഷത്ര ജാതകരുടെ 2026 മാർച്ച് ഏപ്രിൽ മാസം ജ്യോതിഷ ഫല സാധ്യതകളാണ്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ്. ഇതെങ്ങനെയാണ് ഒരു മകരക്കൂറുകാരനായിട്ടുള്ള നക്ഷത്ര ജാതകൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ, ഏതൊരു മകരക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപഹാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക. 3-ലെ ശനിയും 6-ലെ വ്യാഴവും 2-ലെ രാഹുവും 8-ലെ കേതുവും അടക്കം സൂര്യചന്ദ്രാദി ഗ്രഹങ്ങളുടെ അടക്കമുള്ള ഗ്രഹസ്ഥിതി പരിശോധിച്ചുകൊണ്ടാണ് നമ്മൾ ഫല വിലയിരുത്തലിലേക്ക് കടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം 2, 3, 4 പാദ നക്ഷത്ര ജാതകർക്ക് 2026 മാർച്ച് മാസത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളാണ് അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. സാമ്പത്തിക പ്രതിസന്ധികൾ തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള തൊഴിൽ സാധ്യതകളോ പുതിയ കരാറ് പണികളോ ഒക്കെ ഇപ്പോൾ ലഭിക്കാനിടയുണ്ടെങ്കിലും അവയിൽ നിന്നുള്ള വരുമാനം പ്രതീക്ഷിക്കുന്ന നിലയിലേക്ക് ഉയരുവാൻ കുറച്ചുകൂടെ കാലതാമസം വേണ്ടിവരും. കിട്ടാനുള്ള ധനം പൂർണ്ണമായിട്ടും കിട്ടാതിരിക്കുകയും കിട്ടാനുള്ളതിൻ്റെ പാതിയോ മറ്റോ കിട്ടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെയാവും കടബാധ്യതകൾ പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകണമെന്നില്ല. തൊഴിൽ സ്ഥലം മാറാനുള്ള ശ്രമങ്ങൾ ഏകദേശം വിജയിക്കാനിടയുണ്ട്. പുതിയ കർമ്മമേഖലയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു മാറുന്നതാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ പുതിയ ജോലി തേടുന്നവർക്ക് അത് ലഭിക്കാനിടയുണ്ട്. തൊഴിൽ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാറ്റമോ സ്ഥലം മാറ്റമോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു മാറുന്നിടയുണ്ട്. കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളിൽ വാക്കുകളിൽ മിതത്വം പുലർത്തുന്നതായിരിക്കും അഭികാമ്യം. അതല്ലെങ്കിൽ നിങ്ങൾ കോപാധിക്യം കൊണ്ട് പറയുന്ന കാര്യങ്ങൾ മറ്റേതെങ്കിലും രീതിയിലേക്ക് തെറ്റായി വ്യാഖ്യാനിച്ച് നിങ്ങൾക്കെതിരെ അപവാദ പ്രചരണം നടത്തുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കോടതി വ്യവഹാരങ്ങളിലൊക്കെ ഏകദേശം വിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. ശത്രുവിൻ്റെ ശല്യം ഉണ്ടാകുമെങ്കിലും അതിനെ അമർച്ച ചെയ്യാൻ സാധിക്കും. വിവിധ വിഷയങ്ങളിൽ അലച്ചിലുണ്ടാകാനിടയുണ്ട്. ഇന്ന് സാധിക്കേണ്ട കാര്യത്തിന് നാളെ പോവുക, നാളെ സാധിക്കേണ്ട കാര്യത്തിന് മറ്റന്നാളെ പോവുക എന്ന് പറയുന്നതിനൊക്കെ ചില കാര്യങ്ങളിൽ നാളെ നീളെ എന്ന് പറയുന്ന ഒരവസ്ഥ ഒരു അലച്ചിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയേക്കാം. ചെറുതാണെങ്കിലും ചില അധികാര പ്രാപ്തിയിലേക്ക് പോകാനിടയുണ്ട്. ചില അധികാരങ്ങളൊക്കെ ലഭിക്കാനിടയുണ്ട്. അതുപോലെ തന്നെ വാക്കുകൾ മൂലം കുടുംബത്തിലായതും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഏത് മേഖലയിലും ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടെ പ്രവർത്തിക്കുന്നതായിരിക്കും ഈ കാലഘട്ടത്തിൽ നല്ലത്. കോപാധിക്യവും മുൻവിധിയും ഒഴിവാക്കിയാൽ ഏത് മേഖലയിലും ഒരു വിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇതെന്ന് നമുക്ക് തീർത്തും നിസ്സംശയം പറയാം. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം 2, 3, 4 പാദ നക്ഷത്ര ജാതകരുടെ 2026 ഏപ്രിൽ മാസത്തിലെ ജ്യോതിഷഫല സാധ്യത എടുത്താൽ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ പലതും വിജയിക്കും. ധനപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും. തൊഴിൽപരമായിട്ടുള്ള ഗുണം പ്രതീക്ഷിക്കാം. തൊഴിലിൽ നിന്നും അധിക വരുമാനം പ്രതീക്ഷിക്കാം. തൊഴിൽ തേടി നടക്കുന്നവർക്ക് തൊഴിൽ സാധ്യത ലഭിക്കുവാനിടയുണ്ട്. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ചില നീരസങ്ങൾ രമ്യമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കും. തൊഴിൽ സംബന്ധമായിട്ട് വിദേശത്തേക്ക് പോകുവാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഉപരിപഠന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിദേശയാത്രയ്ക്ക് വേണ്ടി ശ്രമിച്ചാൽ അത് നടന്നു കിട്ടുന്നതാണ്. പാരമ്പര്യമായിട്ടുള്ള പുരാതനമായിട്ടുള്ള ഏതെങ്കിലും വസ്തുവകകളുടെ നേട്ടം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാനിടയുണ്ട്. അതോടൊപ്പം തന്നെ സഹോദര സ്ഥാനികരിൽ നിന്ന് ചെറുതല്ലാതെയുള്ള നേട്ടങ്ങൾ ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. ധൈര്യപൂർവ്വം ഇടപെടുന്ന ചില വിഷയങ്ങൾ കൊണ്ട് ചില നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. അധികാരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അധികാരമൊക്കെ ഏതെങ്കിലുമൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടോ സൊസൈറ്റികളുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നിയമപരമായിട്ടുള്ള വിഷയങ്ങൾ അകപ്പെട്ട് കഴിയുന്നവർക്ക് ഏകദേശം ആശ്വാസകരമാകുന്ന വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും. എല്ലാ മേഖലകളിൽ നിന്നും ഒരു അനുകൂലത ഉണ്ടെങ്കിൽ പോലും സാമ്പത്തിക വിഷയങ്ങളിൽ വളരെയേറെ ശ്രദ്ധിക്കണം. വിശ്വാസവഞ്ചനയ്ക്ക് ഇരയാകാതെ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളിൽ സംസാരിക്കുമ്പോൾ മിതത്വം പുലർത്തണം. കലഹ സാധ്യത തെളിഞ്ഞു കാണുന്നത് കൊണ്ട് തന്നെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ആരോഗ്യകാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ച പാടില്ല.
അശ്രദ്ധ കൊണ്ടുള്ള വീഴ്ചകളോ അപകടങ്ങളോ ഉണ്ടാവാതിരിക്കുവാനുള്ള ശ്രദ്ധയും ജാഗ്രതയും പ്രത്യേകം പുലർത്തി മുന്നോട്ട് പോകേണ്ടതാണ്. ദുഷ്ടചിന്താഗതി ഉള്ളവരുമായിട്ടുള്ള സൗഹൃദത്തിൽ നിന്നും അകന്നു നിൽക്കുന്നതായിരിക്കും ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യം. അടുത്തത് തിരുവോണം നക്ഷത്രജാതരുടെ 2026 മാർച്ച് മാസത്തിലെ ജ്യോതിഷ ഫലസാധ്യതകളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ, ധനപരമായിട്ടുള്ള കടബാധ്യതകളൊക്കെ തീർക്കുവാൻ വേണ്ടുന്ന വഴികളൊക്കെ തെളിഞ്ഞു വരുന്നതാണ്. കിട്ടാനുള്ള ധനം കുറച്ചെങ്കിലുമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കോടതി വ്യവഹാരങ്ങളിലൂടെ പോകുന്നവർക്ക് ഏകദേശം വിജയം പ്രതീക്ഷിക്കാം. ധനവിഷയത്തിൽ ചില ചിന്താക്ലേശങ്ങളും ആകുലതകളും വരാനിടയുണ്ടെങ്കിലും, ചില അലച്ചിലുണ്ടാവാനിടയുണ്ടെങ്കിലും തുടർച്ചയായിട്ടുള്ള പരിശ്രമം വിജയപഥത്തിൽ കൊണ്ടുവന്നെത്തിക്കുന്നതാണ്. തൊഴിൽ തേടുന്നവരെ സംബന്ധിച്ച് തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ ഏതെങ്കിലും തരത്തിലുള്ള അനുകൂലമായ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾക്കും നല്ല രീതിയിലുള്ള ഒരു മറുപടി ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ചെറിയ ചെറിയ സ്വാശ്രയ സംഘങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള അധികാരത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും മനസ്സ് പിന്നോട്ട് പോകുന്നു എങ്കിൽ പോലും അത്തരം നല്ല കാര്യങ്ങൾ വിടാതിരിക്കുകയാണ് നല്ലത്. കുടുംബപരമായിട്ടുള്ള ചില വിഷയങ്ങളെ സംബന്ധിച്ച് അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ വാക്കുകളുടെ മൂർച്ച ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ കോപാധിക്യത്തിൽ പറയുന്നതായിരിക്കാം, പക്ഷേ അത് കുടുംബാംഗങ്ങളിൽ എന്നെന്നും അവശേഷിക്കുന്ന ഒരു വലിയ മുറിവായിട്ട് മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. തസ്കര സ്വഭാവമുള്ളവരുമായിട്ടുള്ള സഹവാസം ധനനഷ്ടത്തിന് ഇടയാക്കാനിടയുണ്ട്. വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആത്മാർത്ഥമായ പരിശ്രമം നടത്തുക. പ്രവാസ ജീവിതത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടി പരിശ്രമിച്ചാൽ നടക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വളരെ മ്ലേച്ഛ സ്വഭാവമുള്ളവരുമായിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ എന്നേക്കുമായി ഉപേക്ഷിക്കുന്നത് നന്നായിരിക്കും. തിരുവോണം നക്ഷത്രജാതരുടെ 2026 ഏപ്രിൽ മാസത്തിലെ ജ്യോതിഷ ഫല സാധ്യതയിലേക്ക് കടന്നാൽ കലഹ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. അപകട സാധ്യത കാണുന്നത് കൊണ്ടും തീർച്ചയായിട്ടും ജാഗ്രത, വാഹന ഉപയോഗത്തിലൊക്കെ വേണം. ശത്രുശല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കണക്കിലെടുത്താൽ തന്നെ വിദ്യാതടസ്സം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. തസ്കര ഭയവും വാഗ്വാദം മൂലമുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാനിടയുണ്ട്. കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളിലും വളരെയേറെ വിട്ടുവീഴ്ച മനോഭാവത്തിലൂടെ ഇടപെട്ടാൽ മാത്രമേ കാര്യവിജയം ഉണ്ടാവുകയുള്ളൂ. ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും വലിയ വീഴ്ചകളൊന്നും വരുന്നതല്ല. തൊഴിൽ തേടുന്നതിലോ തൊഴിൽ നേടുന്നതിലോ വിജയം ഉണ്ടാക്കുന്നതിലോ ഒന്നും വലിയ കാര്യമായിട്ടുള്ള തടസ്സങ്ങളില്ല. പക്ഷേ അലസത എന്ന് പറയുന്ന ഘടകം ഒഴിവാക്കി നിർത്തണം. അലസത വർദ്ധിക്കുവാനുള്ള സാധ്യത ഈ കാലഘട്ടത്തിൽ കൂടുതലായിരിക്കും. അടുത്തത് നമ്മൾ അവിട്ടം 1, 2 പാദ നക്ഷത്ര ജാതിയുടെ 2026 മാർച്ച് മാസത്തിലെ ജ്യോതിഷഫല സാധ്യതയിലേക്ക് കടന്നാൽ ധനപരമായിട്ട് വലിയ പ്രതിസന്ധിയൊന്നും ഉണ്ടാകുന്നതല്ല. ധനപരമായിട്ട് ഏകദേശം കാര്യവിജയം തന്നെ നേടിയെടുക്കാൻ സാധിക്കും. തൊഴിൽ നേടുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. കാർഷിക മേഖലയിൽ നിന്നും ഗുണം പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ളൊരു അധികാര സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. ഭക്ഷണാദി സൗഖ്യങ്ങൾ പ്രതീക്ഷിക്കാം. നിയമവ്യവഹാരവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വന്നേക്കാം. ഏതെങ്കിലും തരത്തിലുള്ള ശത്രുക്കൾ എന്തെങ്കിലും കേസോ വഴക്കോ ഒക്കെ ഉണ്ടാക്കി വെക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അലച്ചിലുണ്ടാകാതിരിക്കുവാനും രോഗപീഠ ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം. വാക്കുകൾ വളരെയേറെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടുന്ന കാലഘട്ടമാണ്. വിദ്യാഭ്യാസ വിഷയത്തിൽ തടസ്സം നേരിടാനിടയുണ്ട്. തസ്കര സ്വഭാവമുള്ളവരുടെ ഇടപെടൽ ഏതെങ്കിലും നഷ്ടങ്ങൾക്ക് ഇടയാക്കിയേക്കാം. വാഗ്വാദം മൂലം കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ദുഷ്ടചിന്താഗതിയുള്ള സഹോദരങ്ങളുമായിട്ടുള്ള അടുപ്പം പേരുദോഷവും കലഹവും വരുത്തി വയ്ക്കാതിരിക്കുവാനും ശ്രദ്ധിക്കണം. അവിട്ടം 1, 2 പാദ നക്ഷത്രജാതരുടെ 2026 ഏപ്രിൽ മാസത്തിലെ ജ്യോതിഷ ഫലസാധ്യതയിലേക്ക് കടന്നാൽ ധനപരമായിട്ടുള്ള വിഷയങ്ങൾക്ക് കാര്യവിജയത്തിനൊന്നും തടസ്സം ഉണ്ടാകത്തില്ല. തൊഴിൽപരമായിട്ടുള്ള ഗുണഫലങ്ങളും പ്രതീക്ഷിക്കാം. പക്ഷേ ആരോഗ്യ സംബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മരുന്നുകൾ എടുക്കുന്നവർ അത്തരം കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഏതെങ്കിലും തരത്തിലുള്ളൊരു ചുമതല ഏറ്റെടുക്കേണ്ടി വരുന്ന സമയത്ത് ഏതെങ്കിലും സ്വാർത്ഥ താല്പര്യാധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നവരുടെ ഇംഗിതത്തിനനുസരിച്ച് വഴങ്ങിക്കൊടുത്താൽ ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അപവാദം കേൾക്കേണ്ടി വരും. കോടതി വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഏകദേശം അനുകൂലമായിട്ടുള്ള വിധികൾ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നതയ്ക്ക് സാധ്യതയുണ്ട്. കലഹ കാരണത്താൽ തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള ഒരു ഉന്മേഷക്കുറവ് അനുഭവപ്പെടാനിടയുണ്ട്. ചുരുക്കത്തിൽ
ഏപ്രിൽ മാസം എന്ന് പറയുന്നത് വളരെയേറെ സൂക്ഷിക്കുക, ആരോഗ്യം സംരക്ഷിക്കുക, ദുഷ്ടചിന്താഗതിയുമായിട്ട് അടുത്തു കൂടുന്ന ബന്ധുക്കളായിട്ടുള്ളവരാൽ തന്നെയാണെങ്കിലും അകറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ ശരികളിലൂടെ നിങ്ങൾ സഞ്ചരിച്ച് പോവുക എന്നുള്ളതാണ് അതിൽ കൃത്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ദിശാബോധമുള്ളൊരു മാർഗം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഇത് നമ്മുടെ മകരക്കൂറുകാരുടെ, അതായത് ഉത്രാടം 2, 3, 4 പദം, തിരുവോണം, അവിട്ടം 1, 2 പദങ്ങളിലങ്ങുന്ന മകരക്കൂറുകാരുടെ 2026 മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലെ പൊതുഫലം പറഞ്ഞാൽ 3-ലെ ശനി എന്ന് പറയുന്നത് വളരെ ധനപുഷ്ടിയും കാര്യവിജയവും തൊഴിൽ ഗുണവും കാർഷിക ഗുണവും ഭോഗസൗഖ്യവും അധികാരപ്രാപ്തിയൊക്കെ നൽകുന്നതാണ്. വളരെയേറെ നല്ല ഫലങ്ങൾ ശനീശ്വരനെ കൊണ്ട് പ്രതീക്ഷിക്കാം. സാമ്പത്തികമായിട്ടുള്ള ഒരു പിൻബലം പ്രതീക്ഷിക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം. ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഏകദേശം അനുകൂല ഘടകങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ വ്യാഴത്തിൻ്റെ 6-ലെ സ്ഥിതി എന്ന് പറയുന്നത് ശത്രുശല്യത്തിലേക്കും അലച്ചിലേക്കും രോഗപീഠയിലേക്കും കാര്യവിഘ്നത്തിലേക്കും സത്കർമ്മനാശത്തിലേക്കും നയിക്കപ്പെടാം. അപ്പോൾ അതവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കലഹം ഉണ്ടാവുക, വാഗ്വാദം മൂലം പ്രശ്നങ്ങൾ ഉണ്ടാവുക, വിദ്യാഭ്യാസ വിഷയത്തിൽ തടസ്സമുണ്ടാകുക, തസ്കര സ്വഭാവക്കാരുടെ ഇടപെടൽ കൊണ്ട് നഷ്ടങ്ങൾ സംഭവിക്കുക, ഇങ്ങനെയുള്ള ഫലങ്ങൾക്കും എന്തിനേറെ പറയുന്നു, ശ്രദ്ധിച്ചില്ലെങ്കിൽ വാഹന സംബന്ധമായിട്ടുള്ള അപകടം അല്ലെങ്കിൽ ഉയരങ്ങളിൽ നിന്ന് വീഴ്ച സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇതൊക്കെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ 2026 മാർച്ച്, ഏപ്രിൽ മാസങ്ങൾ വലിയ ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്കിതിലൂടെ പറയാനുള്ളത്. ദോഷപരിഹാരമായിട്ട് വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തുള്ള വസ്ത്രം ധരിക്കുക, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ദിവസം രാഹുൽകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക, നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, സർപ്പക്ഷേത്രത്തിലോ രാഹു ക്ഷേത്രത്തിലോ ദർശനം നടത്തുക, കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക, പ്രാർത്ഥിക്കുക. ചൊവ്വാഴ്ച ദിവസം ചുവപ്പും കറുപ്പും ഇടകലർന്ന നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അവിടെ കഴിയുന്നത്ര സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ നടത്തുക, പ്രാർത്ഥിക്കുക. എന്തായാലും ഈശ്വര പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോയാൽ വലിയ വലിയ പ്രശ്നങ്ങളില്ലാതെ കാര്യവിജയത്തിലേക്കും മനസ്സമാധാനത്തിലേക്കും കടബാധ്യത കൊണ്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. ആരോഗ്യ പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥനയ്ക്കൊപ്പം തന്നെ വേണ്ടുന്ന സാഹചര്യങ്ങളിൽ വേണ്ടുന്നത് പോലെയുള്ള വൈദ്യസഹായവും തേടിക്കൊണ്ട് പോകുവാനൊരു വിവേകബുദ്ധി പ്രദർശിപ്പിക്കാൻ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ പോകുന്നൊരു മാസമായിട്ട് തന്നെ 2026 മാർച്ച്, ഏപ്രിൽ മാസങ്ങളെ നമുക്ക് ഇവിടെ വിലയിരുത്താം. നന്ദി, നമസ്കാരം.